ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവും ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഡെവിൽ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് കാണുന്നത്. ഇവിടെ നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടിയെ കാണുന്നുണ്ട്. അപ്പം ഡെവിൽ കാർഡ് ആൻഡ് 6 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടിയാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം. അപ്പം അങ്ങനെയായിരിക്കാം ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാകുന്നത്. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു ഡെവിൽ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ആ ഒരു പാസ്റ്റ് ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സമാധാനവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി എല്ലാ രീതിയിലും നിങ്ങളുടെ പേഴ്സണെ വളരെയധികം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അത് ഒരു പക്ഷേ മെൻ്റലി ആകാം, ഫിസിക്കലി ആകാം. എന്തായാലും വളരെ അധികം ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണെന്നാണ് കാണുന്നത്. അപ്പം മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തിനും ഏതിനും നിങ്ങളോട് ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹം അവർക്ക് കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് കാണുന്നത്. അത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ പാസ്റ്റ് ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ വെയിറ്റിംഗ് ആയിട്ടുള്ള എനർജിയാണ്. അതുപോലെ തന്നെ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥ അതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ നിങ്ങൾക്ക് വൈകാതെ ഒരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ വളരെ കാലമായിട്ട് ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ എക്സ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യൽ ഡീലിങ്സിൻ്റെ പുറത്ത് പോയിട്ടുണ്ടായിരിക്കാം. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി വളരെയധികം കാണാൻ നല്ലതായിരിക്കാം. ആ ഒരു അട്രാക്ഷൻ്റെ പേരിൽ പോയതായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ടെംപ്റ്റേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇവർ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ തെളിയാതെ കിടന്ന ആ ഒരു സത്യത്തിന്, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ചിലപ്പോൾ ചിലവരുടെ കേസിൽ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ നേരിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ സത്യങ്ങൾ ചുരുളഴിയാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു കാർഡാണ് സൺ കാർഡ്. അപ്പം എന്തായാലും ഇവിടെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്രയും നാൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ സത്യങ്ങൾ ചുരുളഴിയാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ കാണുന്നത്. വൈകാതെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ വൈകാതെ നിങ്ങൾ തമ്മിലൊരു ബിഗിനിങ് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് വരുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാം. അപ്പം ഇത്രയും നാൾ നിങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ന്യൂസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് തേർഡ് പാർട്ടിയിലേക്ക്. അപ്പോൾ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം അതുപോലെ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ റിയൽ അല്ല എന്നുള്ളത് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കൂടെ നിന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ ഒരു പേഴ്സണായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ചെയ്ത ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചതി ചെയ്തതിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സായിട്ട് ഇവിടെ ഒരു ജസ്റ്റിസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ച ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊരു വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കാരണം കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ സഹിച്ച ആ ഒരു കഷ്ടപ്പാടിനും വേദനയ്ക്കുമെല്ലാം യൂണിവേഴ്സായിട്ടൊരു ജസ്റ്റിസ് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു ഫേസ് ആയിരിക്കാം എൻ്റെ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു കർമ്മയിലൂടെ ആയിരിക്കാം ഇതിനോടകം തന്നെ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കർമ്മ അവസാനിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കാം നിങ്ങളോടുള്ള. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ഈ ഒരു സമയം ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മെമ്മറിയിലാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളും ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു സമയങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ടായിരിക്കും. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ടോക്സിക് ലെവലിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പം എന്തിനും തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു മനസ്സമാധാനമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു പേഴ്സണെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. എന്തായാലും ഇപ്പോൾ അവർ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വൈകാതെ അവരൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതും കാണുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയൻ തന്നെ ആയിരിക്കാം. പക്ഷേ അവർക്ക് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്, പേടിയുണ്ട്. അപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയും എൻഡ് ചെയ്യിക്കണം എന്നുള്ള ആ ഒരു തോട്ട്സ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും അവരുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, പേടി ഉണ്ടാവുന്നു, സങ്കടം ഉണ്ടാവുന്നു. അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. എന്തായാലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് റെഡി അല്ല എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവരുടെ മുന്നിൽ കിടക്കുന്നു. അതാണ് കാണുന്നത്. അപ്പം ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ള ഗൈഡൻസ്? ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടായി എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആ ഒരു പെയിൻഫുൾ എൻഡിങ് ഉണ്ടായ സമയത്ത് നിങ്ങൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇവിടെ വെച്ച് എൻ്റെ ജീവിതം അവസാനിച്ചു പോയി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എല്ലാത്തിൻ്റെയും അവസാനം ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ്. ഏതൊരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ദൈവം കൊണ്ടുവരുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ആ ഒരു കഷ്ടകാലം പിടിച്ച സമയങ്ങൾ എൻഡ് ആവുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഡാർക്ക്നെസ് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു സൂര്യോദയമാണ് കാണുന്നത്. ഇവിടെ ഒരു വെളിച്ചം വരുന്നു നിങ്ങളുടെ ലൈഫിൽ. അപ്പം നിങ്ങളുടെ ഈ ഒരു കഷ്ടകാലം പിടിച്ച സമയം എൻഡ് ആവുന്നു. അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയിലേക്ക് മാറുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേരിട്ട ഈ അനുഭവങ്ങൾ, അതായത് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് മാറുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെൻറ്ററെ സമീപിക്കാവുന്നതാണ് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരു അഡ്വൈസ് സ്വീകരിക്കുക.
അത് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെൻറ്ററിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. അപ്പം എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കേണ്ടവരല്ല. നിങ്ങളുടെ ആ ഒരു കഷ്ടകാലം പിടിച്ച സമയങ്ങൾ എൻഡാകുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വെക്കുക. നിങ്ങളുടെ മൂർച്ചയേറിയ വാക്കുകൾ, അതായത് നിങ്ങളുടെ മൂർച്ചയേറിയ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് വളരെ മോശമായി തന്നെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വാക്കുകളും പ്രവർത്തികളും എല്ലാം നിങ്ങൾ കരുതിയിരിക്കുക. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഴ്സണോട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെ അതൊരു ഇളക്കം തട്ടുന്നതിന് കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുക. നിങ്ങൾക്കിപ്പോഴും മൈൻഡിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ള മൈൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇംബാലൻസ് ആണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്.